തുടർച്ചയായി ഇപ്പോൾ ഷിജു ഖാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളും സമരങ്ങളും അത് മാത്രമാണോ വിമർശിക്കപ്പെടേണ്ടത്? ഇവിടെ ഉത്സവങ്ങളുടെ പേരിൽ റോഡുകൾ കൊട്ടിയടയ്ക്കാറുണ്ട്. വലിയ രീതിയിൽ ഉറക്കെ പാട്ട് വെച്ച് ക്ഷേത്രങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതിന്മേലൊന്നും ശക്തമായ ഒരു പ്രതികരണമോ വിമർശനമോ കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നൊരു ചോദ്യം. ഞാൻ ആദ്യം മുതലേ ഷിജു ഖാൻ പറയുന്നത് ഉത്സവങ്ങൾ, പ്രദക്ഷിണങ്ങൾ, ഘോഷയാത്രകൾ, ഇതൊക്കെ മതങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അത് നടത്തുമ്പോൾ അതിനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇന്നലെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട് കാര്യത്തിന് ന്യായീകരിക്കാനാണ് ഷിജു ഖാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉത്സവങ്ങളായാലും പ്രദക്ഷിണങ്ങളായാലും എന്തായിരുന്നാലും പെരുന്നാളായാലും ഒക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയാലും ഒക്കെ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് സ്റ്റേറ്റ് പോലീസാണ്. അപ്പോൾ സ്റ്റേറ്റ് പോലീസിൻ്റെ നിയന്ത്രണം ഉണ്ടായില്ല എന്നതാണ് ഇതിൻ്റെ ശരിക്കും ബോട്ടം ലൈൻ. അതായത് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ സ്റ്റേറ്റ് പോലീസ് അത് അങ്ങനെ നടന്നോട്ടെ, ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല, ഞങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന പോലീസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, അതിനെതിരെയായിരുന്നു കോടതി പ്രതികരിച്ചിരിക്കുന്നത്. ഇനി അതിനർത്ഥം സ്റ്റേറ്റിലിപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുകയാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മതപരമായ ചടങ്ങുകളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ ആചാരങ്ങൾ, ഇപ്പോൾ ശബരിമല പോലെയുള്ള വലിയ ഇത് നടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ നാട്. ആ നാട്ടിലെ എല്ലാ ആളുകളും അത് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം അത് വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഞാനത് ആ നാട്ടിൽ ജനിച്ചതാണ്. അപ്പോൾ നമ്മളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് വിശ്വാസ പ്രമാണങ്ങൾ ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ രാജ്യത്ത്. ആ പ്രാധാന്യമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് പറ്റില്ല എന്ന്, കമ്മ്യൂണിസ്റ്റായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ശബരിമല പിരിഗ്രിമേജായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ വൺ വേകളൊക്കെ ഇട്ട് തന്നെ പിരിഗ്രിംസിന് പോകാൻ വേണ്ടി പ്രത്യേക കാര്യങ്ങൾ നടത്തും. സാധാരണക്കാർക്ക് പോകാനുള്ള വേറൊരു വഴികൾ നോക്കും. ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതും ഗവൺമെൻറ് തന്നെയാണ്. പോലീസിങ്ങിൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഗവൺമെൻറ് തന്നെയാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കൾ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ ചെറുപ്പക്കാരുടെ ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെയോ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെയോ ഒക്കെ വരുമ്പോൾ അവർ അഗ്രസീവായി പോകുമെന്ന് പറയുമ്പോൾ സീനിയർ നേതാക്കൾ പ്ലാനിങ് നടത്തും. പ്രോഗ്രാം നടത്തുമ്പോൾ അവർ എത്ര ആളുകൾ നമ്മൾ വരുന്നുണ്ടാവും, എവിടെയായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്, അവിടെ റോഡ് ബ്ലോക്കേജ് ഉണ്ടാകുമോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ, ഈ സമരം കൊണ്ട് നമ്മുടെ ജനപിന്തുണ കുറയുമോ, കാരണം അങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ൻ്റെ വിസിബിലിറ്റി ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? CPM ഇൻവിസിബിളായി പോവുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ആ ശ്രമമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിന് പോലീസ് അതിന് യാതൊരു ആക്ഷേപം, അല്ലെങ്കിൽ എന്ത് റീസണാണ്, എന്തിനാണ് ഇങ്ങനെ ഇത്ര ഒരു സ്ഥലത്ത് നടുറോടി കൊണ്ട് കെട്ടിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? CPM പോലൊരു പാർട്ടിക്ക് എന്ത് ആവശ്യമാണ്? എവിടെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവർക്കില്ലേ? ആരോട് ചോദിച്ചാലും അവനെ സൗകര്യപ്പെടുത്തി അവർക്ക് തരില്ലേ? എന്തിനാ വഞ്ചൂര് പോലൊരു സ്ഥലത്ത് ഒരു വലിയ പ്രശ്നമായി, അത് വലിയൊരു പ്രശ്നം, അതായത് CPM-ൻ്റെ കൂടെ ഒരുപാട് ജനങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൺജസ്റ്റഡായ ഒരു സ്ഥലത്ത് നടുറോഡിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ CPM-ൻ്റെ സമ്മേളനം മൂലം ഈ സിറ്റി മുഴുവൻ ബ്ലോക്കായി എന്ന് വരുത്തി തീർക്കണം. അതാണ് ഉദ്ദേശം. ഞാൻ ഒരു കാര്യം പറയാം, അടിയിൽ നിന്ന് ഒഴിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പാതയോരത്തെ പൊതുയോഗങ്ങൾ പാടില്ല എന്നൊരു ഉത്തരവ് നേരത്തെയുണ്ട്. അപ്പോൾ അത് പാലിക്കാത്തത് CPIM മാത്രമാണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് പാതയോരത്തെ പൊതുയോഗങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നമുക്കുണ്ടായതെന്ന് വെച്ചാൽ പൊതുയോഗങ്ങളെ സംബന്ധിച്ച് പൊതുയോഗം എന്ന് മാറ്റുന്നത് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം പ്രതിഷേധം എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതിന് ആർട്ടിക്കിൾ 19(1) ആയിട്ട് മാറും. ചില സമയത്ത് ഒരു ഭരണകൂടത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും ചില പ്രത്യേക സാഹചര്യങ്ങൾ. അവിടെയൊക്കെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത് ധാർഷ്ട്യമാണ്. ഞാൻ ഭരണക്കാരനായതുകൊണ്ട് എൻ്റെ പോലീസ് ഞാൻ പറയുന്നത് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസും വരില്ല. അറസ്റ്റ് ചെയ്താൽ നീ പിക്ചറിലുണ്ടാവില്ല, അല്ല നീ ഇരിക്കുന്ന കസേരയിൽ നിന്ന് തെറിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നില്ല. ഞാൻ തീർത്ത് പറയുകയാണ്, CPM എന്ന രാഷ്ട്രീയ പാർട്ടി അപ്രത്യക്ഷമാകുന്ന തരത്തിലേക്ക് ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ പോലീസിങ്ങിന് കൂടെ കൊടുക്കൊണ്ട് നിങ്ങളെ പൂർണ്ണമായും ഈ നിഷ്കാസനം ചെയ്യപ്പെടുന്ന സാഹചര്യം സ്റ്റേറ്റിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. കോടതി ഇടപെട്ടത് പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തിലാണ്. ആ നിഷ്ക്രിയത്വം നിങ്ങളുടെ പോലീസിങ്ങിലാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുകയാണ് യോഗത്തിൽ.
ആ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രതി ചേർക്കാൻ പോലീസ് മടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വലിയ ജനകീയ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ എത്ര ദിവസം നിങ്ങൾ അകത്തിട്ടു? എത്ര തവണ നിങ്ങളുടെ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ വന്നിട്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, വലിയ ഭീകരനാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ വലിയ പണം അടയ്ക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലാത്ത കാര്യങ്ങൾ കണക്ക് വിളിച്ച് നിങ്ങൾ വന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭരണകൂടവുമായി നിൽക്കുന്ന നിങ്ങൾക്ക് ആ പോലീസ്, സെയിം പോലീസിന് തിരിച്ച് നിങ്ങളുടെ വിഷയം വരുമ്പോൾ നിഷ്ക്രിയമായിരിക്കാൻ കഴിയുന്നു എന്നാണ് ഇതിനകത്ത് തെറ്റ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.